ഇന്നത്തെ വായനകളിൽ ഏറ്റവും ഹൃദയസ്പർശിയായി അനുഭവപ്പെടുന്നത് സങ്കീർത്തനങ്ങൾ തന്നെയാണ്. പ്രതിവചന സങ്കീർത്തനത്തിൽ നാം ഇപ്രകാരം ഏറ്റുപറയുകയാണ്: കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയും. പ്രിയമുള്ളവരെ, കർത്താവിന്റെ സ്നേഹവും കരുതലും അനുഭവിച്ചറിഞ്ഞ ദാവീദ് നമ്മളോട് വിളിച്ചു പറയുകയാ, കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയും. കഴിഞ്ഞ കുറച്ച് നാളുകളായി സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ഒരു ചോദ്യമുണ്ട്. വയനാടിന്റെ ദുരന്ത പശ്ചാത്തലത്തിൽ നിന്നും ഉത്ഭവിച്ച ഒരു ചോദ്യം: ദൈവം എവിടെ? കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് കണ്ടു. ഒരു 4ാം ക്ലാസ്സുകാരൻ ഒരു കവിത എഴുതി വച്ചിരിക്കുകയാണ്: ഞാൻ കണ്ടു കടലിനെ, ഞാൻ കണ്ടു കാറ്റിനെ, ഞാൻ കണ്ടു പുഴയെ, ഞാൻ കണ്ടു പൂക്കളെ, ഞാൻ കണ്ടില്ല ദൈവത്തെ. ഒരുപാട് പേര് ഷെയർ ചെയ്ത ആ ഒരു പോസ്റ്റ്, അതിന്റെ പിന്നിൽ വന്ന കുറെ കമന്റുകൾ, മോശമായതും നല്ലതുമായ കുറെ കമന്റുകൾ. പ്രിയമുള്ളവരെ, ആ പോസ്റ്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് വന്നത്, നമ്മുടെ കുഞ്ഞുനാളിൽ വിശ്വാസം ഉള്ളിൽ പകർന്നു തരേണ്ട ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കാണ്. ആ കുഞ്ഞ് ദൈവത്തെ കണ്ടെത്തിയില്ലെങ്കിൽ, ആ കുഞ്ഞിന് ദൈവം ആരാണെന്ന് അറിയത്തില്ലെങ്കിൽ, അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അവന്റെ അപ്പനും അമ്മയ്ക്കുള്ളതാണ്. നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ വിശ്വാസത്തിന്റെ വിത്ത് പാകിയത് മാതാപിതാക്കളാ, മതാധ്യാപകരല്ല, മത നേതാക്കന്മാരല്ല. കുടുംബത്തിലിരുന്നു കൊണ്ട് അപ്പനും അമ്മയും പറഞ്ഞു തന്ന, അപ്പനും അമ്മയും കാട്ടിത്തന്ന വിശ്വാസത്തെ ഹൃദയത്തിൽ സൂക്ഷിച്ചത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ വിത്ത് വിതയ്ക്കപ്പെട്ടത്. വിശ്വാസ വൃക്ഷമായി നമ്മുടെ ഉള്ളിൽ വളരുന്നത്. ദൈവത്തെ തേടേണ്ടത് സോഷ്യൽ മീഡിയയിലല്ല, ദൈവത്തെ തേടേണ്ടതിന്റെ ഹൃദയത്തിലാണ്. അന്വേഷിക്കുവിൻ കണ്ടെത്തും എന്ന തിരുവചനം നമുക്ക് ഉറപ്പ് തരുന്നുണ്ട്. നീ ദൈവത്തെ അന്വേഷിച്ചിറങ്ങിയാൽ, നീ ദൈവത്തെ രുചിച്ചറിയുവാൻ ഇറങ്ങി തിരിച്ചാൽ, നീ ഒരിക്കൽ ആ ദൈവത്തെ കണ്ടെത്തും. അങ്ങനെ കണ്ടെത്തിയ, അനുഭവിച്ച ഒരു മനുഷ്യനായിരുന്നു ദാവീദ്. ആ ദാവീദ് വിളിച്ചു പറഞ്ഞു, കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവേ. സോഷ്യൽ മീഡിയയിൽ ദൈവത്തെ അന്വേഷിക്കുന്നവൻ ഒരിക്കലും കണ്ടെത്തില്ല. കാരണം 1ാം വായനയിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇപ്രകാരമാണ്. അതിന്റെ അവസാന ഭാഗം എഴുതി വച്ചിരിക്കുകയാണ്: ഭോഷത്വം വെടിഞ്ഞ് ജീവിക്കുക, അറിവിന്റെ പാതയിൽ സഞ്ചരിക്കുക. നിനക്ക് നിന്റെ അപ്പനും അമ്മയും കാട്ടിത്തന്ന കുറെ അറിവുണ്ട്, നിന്റെ ഗുരുഭൂത കാട്ടിത്തന്ന കുറെ അറിവുണ്ട്. ആ അറിവിനെ ഉപേക്ഷിച്ച് നിന്റേതായ ഭോഷത്വത്തിന്റെ പിന്നാലെ പോകുമ്പോൾ ഒരിക്കലും ദൈവത്തെ കണ്ടെത്താൻ നിനക്ക് സാധിക്കില്ല. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് ദൈവത്തോടെ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം പറയേണ്ടതിന്റെ ഉത്തരവാദിത്വം ഇവിടെ ആർക്കുമില്ല. ഇത് തന്നെയാണ് 2ാമത്തെ വായനയിൽ പൗലോസ്ലീഹ ഓർമ്മപ്പെടുത്തുന്നത്. പൗലോസ്ലീഹ 2ാമത്തെ വായനയിൽ തുടങ്ങി വെക്കുന്ന ഇപ്രകാരമാണ്: സഹോദരരെ, നിങ്ങൾ അവിവേകികളെ പോലെ ആകാതെ വിവേകികളെ പോലെ ജീവിക്കുന്നു. വിവേകം മനുഷ്യന് പകർന്നു കൊടുത്ത ദൈവത്തിന്റെ ജ്ഞാനമാണ്. ഈ ജ്ഞാനം പകർന്നു തന്ന വിവേകം മനുഷ്യനുണ്ട്. ആ വിവേകം മറന്ന് അവിവേകികളെ പോലെ നാം ഒരിക്കലും ജീവിക്കരുത്. ജ്ഞാനം പകർന്നു തന്ന ഈ വിവേകം ഹൃദയത്തിൽ സൂക്ഷിച്ചാൽ, സുശേഷം കാട്ടിത്തരുന്ന ക്രിസ്തുവിനെ തിരിച്ചറിയുവാനോ, ആ ക്രിസ്തു ജീവന്റെ അപ്പമാണെന്നുള്ള ബോധ്യത്തിൽ അവനെ ഭക്ഷിക്കുവാനും നിനക്ക് സാധിക്കും.